ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യം തന്നെ UDF ആണ് അത് ആദ്യം പ്രഖ്യാപിച്ചത്. അതൊരു ആത്മവിശ്വാസം പകരുന്ന കാര്യം തന്നെയായിരിക്കും അല്ലേ? മറ്റു പാർട്ടികളൊക്കെ അതിൽ ഒരുപാട് വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ ആയിട്ട് അതിന്റെ പ്രഖ്യാപനം വൈകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ UDFനെ സംബന്ധിച്ച് ആദ്യമേ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന്റെ ഒരു ആത്മധൈര്യത്തിൽ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. മുൻകാലഘട്ടത്തിൽ നമുക്കറിയാം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക UDFന്റെ സ്ഥാനാർത്ഥി പട്ടികയാണ് അവസാനം രംഗത്ത് വരിക. സീറ്റ് വിഭജനം ഒരു കീറാമുട്ടിയായി വരും UDFനകത്ത്. അവസാനമായിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ നോമിനേഷന് തലേ ദിവസം പ്രഖ്യാപിക്കുന്ന സ്ഥിതി ഉണ്ടായിരിക്കും. നോമിനേഷൻ കൊടുത്തതിന് ശേഷം മറ്റവർ വിഡ്രോ ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവും. പക്ഷേ ഇവിടെ ഏറ്റവും മാതൃകാപരമായ കോൺഗ്രസ് നേതൃത്വം വളരെ മുമ്പേ തന്നെ അതിന്റെ കാര്യങ്ങളിലേക്ക് കടന്ന് ആ പ്രക്രിയ പൂർത്തീകരിച്ച് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പുറത്തുവിടുകയുണ്ട. അത് വലിയ ആത്മവിശ്വാസം താഴെത്തട്ടിലെ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചുണ്ട്. ഓരോ ഡിവിഷനിലും വലിയ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. സിവിൽ സ്റ്റേഷൻ ഡിവിഷനെ സംബന്ധിച്ച് അതൊരു ഭരണ സ്ഥിര കേന്ദ്രമായി നിൽക്കുന്ന ഡിവിഷനാണ്. ആ ഡിവിഷനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവരെയും ചേർത്ത് കൊടുത്തു പോകുമ്പോഴും അല്ലെങ്കിൽ വികസന കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഇനിയൊരു പരിഹരിക്കേണ്ട ഒരു പ്രധാന പ്രശ്നമായി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തെരുവു നായ്ക്കളുടെ വലിയ ശല്യം. ഇപ്പോൾ കളക്ടറേറ്റിന് മുൻവശത്ത് നിങ്ങളൊക്കെ തന്നെ പലപ്പോഴും കളക്ടറേറ്റിനകത്തേക്ക് അല്ലെങ്കിൽ അവിടെയുള്ള മറ്റു ഓഫീസുകളിലേക്ക് പല ആവശ്യങ്ങളും വരുന്ന ആളായിരിക്കും. നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കും. തെരുവുനായ്ക്കളുടെ വലിയ ശല്യമുള്ളൊരു മേഖലയാണ്. അതുപോലെ തന്നെയാണ് അരിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പശുക്കളുടെ നിരവധി ആളുകൾ അവിടെ വാഹന പശുക്കളുടെ മേത്തിടിക്കുകയും പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാർ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പോലും ഒരു ദിവസം രാത്രി ബൈക്കിൽ പോകുമ്പോൾ കാളക്കൂറ്റന്റെ മേത്തിടിച്ച് വീഴാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം അങ്ങനെ വളരെ അപകടകരമായ രീതിയിലൊരു പ്രശ്നമാണ് ഈ കാളക്കൂറ്റന്മാരവിടെ നടന്ന് അല്ലെങ്കിൽ രാത്രിയൊക്കെ തന്നെ റോട്ടിൽ അലതിരിഞ്ഞ് നടക്കുകയാണ്. പലപ്പോഴും ഇത് വാഹനത്തിൽ വരുന്ന ആൾ കാണുന്നില്ല, ഇടിച്ചതിന് ശേഷമായിരിക്കും അറിയുന്നത്. ഈ രണ്ട് പ്രധാന പ്രശ്നങ്ങൾ അവിടെയുണ്ട്. പിന്നെ കളക്ടറേറ്റ് മുൻവശത്ത് നമുക്ക് ഒന്ന് നടന്നു പോകാൻ അത്തരത്തിൽ പക്ഷികളുടെ ഒരു ശല്യം. ഇപ്പോൾ സമരങ്ങൾ പോലും കളക്ടറേറ്റിന്റെ കവാടത്ത് വളരെ കുറവാണ്. കാരണം അത്രത്തോളം പക്ഷിശല്യം അവിടെ വരുന്നുണ്ട്. അപ്പോൾ കൂട്ടായ ശ്രമം അതിനകത്ത് ആവശ്യമാണ്. നിയമത്തിന്റെ മുഴുവൻ ബലം നമുക്ക് ആ കാര്യത്തിൽ പറയാൻ സാധിക്കില്ല. കാരണം ഈ മൂന്ന് വിഷയങ്ങളും ഭരണസ്ഥിര കേന്ദ്രമായ കളക്ടറേറ്റ് നിൽക്കുന്ന ഒരു ഡിവിഷനകത്ത് കോടതിയും മറ്റൊക്കെയായി നിരവധി ആളുകൾ ദിവസേന വന്നു പോകുന്ന ഡിവിഷനകത്ത് ഈ തെരുവുനായ്ക്കളുടെ ശല്യം വലിയൊരു പ്രശ്നം തന്നെയാണ്. അതുപോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഈ പശുക്കളുടെ ഒരു വലിയ ശല്യമുണ്ട്. നെക്കാളക്കപ്പുറത്ത് ഈ പറയുന്ന പക്ഷികളുടെ ശല്യം, സ്കൂൾ കാലത്ത് പോകാൻ നിൽക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ പലപ്പോഴും അതിൻ്റെ ഇരകളായി മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അവിടെ. അത് കൂട്ടായ തീരുമാനം സർക്കാർ തലത്തിലുണ്ടാവണം. കാരണം എന്തെങ്കിലും നമ്മൾ അതിനകത്ത് പ്രതികരിക്കാൻ പോകുമ്പോൾ തന്നെ മനുഷ്യനേക്കാൾ സ്നേഹം ഇത്തരം പക്ഷിപതാളുകൾ കാണിച്ചുകൊണ്ട് മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിയ രീതിയും കടന്നു വരുന്നുണ്ട്. അതെല്ലാവരും ഉൾക്കൊണ്ട്, ഞാൻ അവരുടെ വികാരത്തിൽ ഉൾക്കൊള്ളണം, പക്ഷെ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യന്മാരെ സംബന്ധിച്ച് അവർക്കൊരു പ്രയോറിറ്റി നൽകിക്കൊണ്ട് അവർക്ക് സ്വയമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് നമ്മുടെയൊക്കെ കടമയാണ്. അത് ഇല്ലാതെ നമ്മൾ ഇത്തരത്തിൽ ചെറുനായ്ക്കളെ നമ്മൾ ഒന്നും ചെയ്യില്ല, അല്ലെങ്കിൽ പശുക്കളെ നമ്മളൊന്നും ചെയ്യില്ല, ഈ പക്ഷികളെ നമ്മളൊന്നും ചെയ്യില്ല. സ്വാഭാവികമായും അവസാനത്തെ പ്രയോറിറ്റിയാണ് മനുഷ്യന് അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിന് കൊടുക്കുന്നതെങ്കിൽ അത് ശരിയായ നടപടിയല്ല എന്നൊരു വിശ്വാസം കൂടിയുണ്ട്. ആ കാര്യങ്ങൾ കൂടി ഡിവിഷനെ സംബന്ധിച്ച് പരിഹരിക്കണം എന്നുള്ള വലിയ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഉള്ളത് ആ കാര്യത്തിന്.